നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു CNG വാഹനമാണ്. 2014 മോഡൽ സ്വിഫ്റ്റ് VXI ഡിസയർ വാഹനമാണ്. ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXI വാഹനമാണ്. അതുപോലെ തന്നെ ഈ വാഹനം CNG എൻഡോഴ്സോട് കൂടിയിട്ടാണ്, അതായത് CNG ഉള്ളൊരു വാഹനം കൂടി തന്നെയാണ്. അപ്പോൾ മികച്ചൊരു മൈലേജ് കിട്ടാവുന്നൊരു വാഹനമാണ്. ഒരു 25 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും വിത്ത് CNGയിൽ. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള മികച്ച ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ കമ്പനി വന്നാതെ ഗ്ലാസസും കാര്യങ്ങളാണ് ഉള്ളത്. ഹെഡ് ലാംപ്സൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ വൃത്തിയോടുകൂടി തന്നെ നിൽക്കുന്നു. വേറെ ബമ്പേഴ്സിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഡെൻറ്റസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 60% ടയേഴ്സ് ഉണ്ട്. അത് അപ്പോളോയുടെ അമേസർ 4G ടയേഴ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫെൻഡർ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഇൻറ്റേർണൽ മിററാണ് ഇതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. മികച്ച ക്വാളിറ്റിയിൽ തന്നെ ഫിനിഷിങ്ങിലോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇതിൻ്റെ ബാക്ക് ടയർ നോക്കിക്കഴിഞ്ഞാലും ഒരു 60% എബോവ് 60% ടയേഴ്സ് ഉണ്ട്. ഇത് ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അലോയി വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വീല് അലോയി ഒക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും മാരുതി സുസുക്കിയുടെ ലോഗോ, അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ബാഡ്ജിങ് VXI വേരിയൻ്റ് ആയതുകൊണ്ട് ആ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു CNG വാഹനം ആയതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസിൽ നമുക്ക് ചെറിയൊരു ലഗേജ് സ്പേസ് ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് CNG ടാങ്ക് വരുന്നുണ്ട്. എന്നിട്ട് നല്ല അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു 110-150 ലിറ്ററോളം സ്പേസ് ഇതിനകത്ത് ഉണ്ട്. മറ്റേത് CNG ടാങ്ക് വരുന്നതുകൊണ്ടാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ കമ്പനി വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. വേറെ യാതൊരു പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും ഡാമേജുകളൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും ബാക്ക് ടയർ എബോവ് 65% ടയേഴ്സ് ബാക്ക് ടയർ ഉണ്ട്. അതുപോലെ തന്നെ അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. റൈറ്റ് സൈഡ് പ്രൊഫൈലിലൊക്കെ നോക്കുക കഴിഞ്ഞാൽ ബോഡിയിലൊന്നും ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. VT ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 മോഡൽ സെക്കൻഡ് ഓണർ 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡിസയർ VXI വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാഷ്ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി വന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം കൂടി തന്നെയാണ്. ഇതിൻ്റെ VXI വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ മിറേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അപ്പോൾസ്റ്ററിയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടി തന്നെയാണ്. അകത്തൊന്നും വേറെ ഡാമേജസോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം കൂടി തന്നെയാണ്. അപ്പോൾ CNG ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും കൂടി പ്രദാനം ചെയ്യുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2014 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXI പെട്രോൾ വാഹനം, അതുപോലെ തന്നെ CNG എൻഡോഴ്സും കൂടി ചെയ്തിട്ട് CNG കൂടി ഉള്ള ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ആക്സിഡൻറ്റോ ഒന്നുമില്ല. ക്രോസ് മെമ്പറൊക്കെ ആണെങ്കിലും കമ്പനി വന്ന അതേ രീതിയിൽ തന്നെ നന്നായിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണിത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 85 bhp പവറും 114 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ നോർമലി പെട്രോളിൽ ARA സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 19 കിലോമീറ്ററാണ്. നമുക്കൊരു ആവറേജ് 15 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഇപ്പോൾ CNG കയറ്റിയതുകൊണ്ട് 25-ൻ്റെ അടുത്ത് മൈലേജ് ഉണ്ട്. 25 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജുള്ള CNG വാഹനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് യാത്രയൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ CNGയിലായതുകൊണ്ട് അത്യാവശ്യം മൈലേജും ഉണ്ടാവും. സ്വിഫ്റ്റ് ഡിസയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ വാഹനം അല്ലെങ്കിൽ CNG വാഹനമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി, മികച്ചൊരു ഓപ്ഷനും കൂടിയാണിത്. ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് കിടക്കാം. 2014 മോഡൽ സെക്കൻഡ് ഓണർ 95,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള CNG സ്വിഫ്റ്റ് ഡിസയർ VXI വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,48,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. ന്യൂമർസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 ബാങ്ക് ജംഗ്ഷനിലുമാണ്. അപ്പോൾ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് പ്രിയദർശിനി റോഡിലുള്ള ന്യൂമർസ് കാർസിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.